എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബിഗ് ക്യൂ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ നോട്ടിഫിക്കേഷൻസിൽ ഓൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓണവുമായി ബന്ധപ്പെട്ട് കൂട്ടുകാർ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന അറിവുകളാണ് ഈ ക്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ചോദ്യം: കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഏതാണ്? വളരെ സിമ്പിളായൊരു ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട്: ഓണം, ദീപാവലി, വിഷു. കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഏതാണ്? ഉത്തരമെന്ന് പറയുന്നത് നമുക്കറിയാം. ഓപ്ഷൻ എ ഓണം. കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഓണം. ചോദ്യം: ഓണത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ചക്രവർത്തി ആരാണ്? ഓപ്ഷൻസ്: മഹാബലി, മഹാബലി, വാമനൻ. ഓണത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ചക്രവർത്തി. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി മഹാബലി. ഇതും നമുക്കറിയാവുന്ന ഒരു ഉത്തരം തന്നെയാണ്. ചോദ്യം: ഓണപ്പൂവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: ഓണത്തുമ്പ, കാട്ടുതുമ്പ, കാശിത്തുമ്പ. ഓണപ്പൂവ് എന്നറിയപ്പെടുന്ന പൂവ് ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്: ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി കാശിത്തുമ്പ. കാശിത്തുമ്പയാണ് ഓണപ്പൂവ് എന്ന പേരിലും അറിയപ്പെടുന്നത്. ചോദ്യം: ഓണാഘോഷം തുടങ്ങുന്നത് എന്ന് മുതൽ? ഓപ്ഷൻസ്: ചതയം നാൾ മുതൽ, അത്തം നാൾ മുതൽ, ഉത്രാടം നാൾ മുതൽ. ചിങ്ങമാസത്തിലാണ് ഓണം ഉള്ളത്. ഏത് നാൾ മുതലാണ് ആരംഭിക്കുന്നത്? ഉത്തരമെന്ന് പറയുന്നത് അത്തം നാൾ മുതൽ. അത്തം നാൾ മുതൽ, ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതലാണ് ഓണാഘോഷം തുടങ്ങുന്നത്. ചോദ്യം: വാമനപുരം എന്ന സ്ഥലം എവിടെയാണ്? വാമനപുരം എന്ന സ്ഥലം എവിടെയാണ്? ഓപ്ഷൻസ്: കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം. വാമനപുരം എന്ന സ്ഥലം എവിടെയാണ്? ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണ് വാമനപുരം എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം: ഓണത്തെപ്പറ്റി പരാമർശമുള്ള വേദം? നമുക്ക് 4 വേദങ്ങൾ അറിയാം. ഓപ്ഷൻസ്: ഋഗ്വേദം, സാമവേദം, യജുർവേദം. യജുർവേദം ഓണത്തെപ്പറ്റി പരാമർശമുള്ള വേദം. ഉത്തരമെന്ന് പറയുന്നത് ഋഗ്വേദം. ഋഗ്വേദത്തിലാണ് ഓണത്തെപ്പറ്റി പരാമർശമുള്ളത്. ചോദ്യം: ഓണ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഏതാണ്? ഓണ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം. ഓപ്ഷൻസ്: കൂടൽമാണിക്യം, ഗുരുവായൂർ, തൃക്കാക്കര. ഓണ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഏതാണ്? ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി തൃക്കാക്കര. ഓണൈതിഹ്യവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം തൃക്കാക്കരയാണ്. ചോദ്യം: മഹാബലിയുടെ ഭാര്യ ആരാണ്? ഓപ്ഷൻസ്: വിദ്യാവലി, സന്ധ്യാവലി, പന്ധ്യാവലി. മഹാബലിയുടെ ഭാര്യ ആരാണ്? വിദ്യാവലി, സന്ധ്യാവലി, പന്ധ്യാവലി. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ വിന്ധ്യാവലി. മഹാബലിയുടെ ഭാര്യയാണ് വിന്ധ്യാവലി. ചോദ്യം: മഹാബലിയുടെ പുത്രൻ്റെ പേര് എന്താണ്? ഓപ്ഷൻസ്: രാജാസുരൻ, ബാണാസുരൻ, താരാസുരൻ. മഹാബലിയുടെ പുത്രൻ്റെ മകൻ്റെ പേര് എന്താണ്? ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ബാണാസുരൻ. ബാണാസുരനാണ് മഹാബലിയുടെ പുത്രൻ. ചോദ്യം: മഹാബലിയുടെ പിതാവ് ആരാണ് അഥവാ അച്ഛൻ ആരാണ്? ഓപ്ഷൻസ്: രാജാസുരൻ, രാജാബലി, വീരോചനൻ. മഹാബലിയുടെ പിതാവ് ആരാണ്? രാജാസുരൻ, രാജാബലി, വീരോചനൻ. ഉത്തരമെന്ന് പറയുന്നത്
ഓപ്ഷൻ സി വീരോചനൻ. വീരോചനനാണ് മഹാബലിയുടെ പിതാവ്. ചോദ്യം: മഹാബലിയുടെ യഥാർത്ഥ പേര് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഓപ്ഷൻസ്: രാജാസുരൻ, ഇന്ദ്രസേനൻ, വീരോചനൻ. മഹാബലിയുടെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഇന്ദ്രസേനൻ. ഇന്ദ്രസേനനാണ് മഹാബലിയുടെ യഥാർത്ഥ പേര്. ചോദ്യം: ഓണത്തുനാട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം. പണ്ട് കാലത്ത് ഓണത്തുനാട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം. ഓപ്ഷൻസ്: കായംകുളം, എടക്കുളം, തിച്ചൂർ. ഓണത്തുനാട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ കായംകുളം. കായംകുളമാണ് ഓണത്തുനാട് എന്ന പേരിൽ പണ്ട് കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. ചോദ്യം: വാമനന്റെ അമ്മ ആരാണ്? നമുക്കറിയാം വാമനാണ് മഹാബലിയെ ചവിട്ടി താഴ്ത്തിയത്. ഓപ്ഷൻസ്: ആദിത്യ, ആര്യശ്രീ, അതിഥി. വാമനന്റെ അമ്മ ആരാണ്? ഉത്തരമെന്ന് പറയുന്നത് അതിഥി. വാമനന്റെ അമ്മ അതിഥിയാണ്. അടുത്ത ചോദ്യം: വാമനന്റെ പിതാവ് ആരാണ്? വാമനന്റെ അച്ഛൻ ആരാണെന്നൊക്കെ അർത്ഥമുണ്ട്. വാമനന്റെ പിതാവ് ആരാണ്? ഓപ്ഷൻസ്: കശ്യപൻ, ആര്യശ്രീ, ശമണൻ. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ കശ്യപൻ. വാമനന്റെ പിതാവാണ് കശ്യപൻ. ചോദ്യം: ഓണത്തെ പറ്റി പരാമർശമുള്ള സംഘകാല കൃതി ഏതാണ്? ഓപ്ഷൻസ്: പതീറ്റുപത്ത്, മധുരൈ കാഞ്ചി, തിരുകുറൾ. ഓണത്തെ പറ്റി പരാമർശമുള്ള സംഘകാല കൃതി. എന്ന് പറയുന്നത് ഓപ്ഷൻ ബി മധുരൈ കാഞ്ചി. മധുരൈ കാഞ്ചിയിലാണ് ഓണത്തെ പറ്റി പരാമർശമുള്ളത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ലഭിച്ച മാർക്ക് നിങ്ങളുടെ പേര് സൈഡും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.